കൊല്ലം കൊട്ടിയത്തിന് സമീപം മൈലക്കാട് ദേശീയപാത ഇടിഞ്ഞ് താണാണ് ഇന്ന് അപകടമുണ്ടായത്. സ്കൂൾ ബസ് ഉൾപ്പെടെ സർവീസ് റോഡിലുണ്ടായിരുന്ന 4 വാഹനങ്ങൾ ഈ അപകടത്തിൽപ്പെട്ടു. യാത്രക്കാർ എല്ലാം സുരക്ഷിതരാണ്, കുട്ടികൾ സുരക്ഷിതരാണ് എന്നതായിരുന്നു ആശ്വാസകരമായ വിവരം. അതേസമയം ദേശീയപാതയുടെ പാർശ്വഭിത്തി സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞ് താഴുകയായിരുന്നു. റോഡ് വിണ്ട് കീറുകയായിരുന്നു. റോഡിടിഞ്ഞ സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിക്ക് മുഹമ്മദ് റിയാസ് കത്തയച്ചു. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയുടെ അവസാനത്തെ തെളിവാണ് ഇവിടെ ഉണ്ടായ അപകടം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 സംഭവം ഉണ്ടാകുന്നത്. ഒരു സ്കൂൾ ബസ് ഉണ്ടായിരുന്നു. ആ സ്കൂൾ ബസ്സിൽ 32 കുട്ടികളുണ്ടായിരുന്നു. സമീപത്തായി തൊട്ട് മുന്നിലായി 3 കാറുകളിലായി ആൾക്കാരുണ്ടായിരുന്നു. പൊടുന്നനെ ഈ ഒരു ഭാഗം, ഈ കാണുന്ന ഭാഗം പൂർണ്ണമായും മണ്ണിലേക്ക് ഇരിക്കുകയും അതുപോലെ തന്നെ ഈ റോഡ് ഒരു സൈഡിലേക്ക് മാറുകയുമാണ്. അങ്ങനെയാണ് അപകടമുണ്ടായത്. വണ്ടി കുലുങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു വണ്ടിക്കകത്ത് വണ്ടിയുടെ എഞ്ചിൻ പ്രശ്നം എന്തോ ആണെന്ന് വിചാരിച്ച് വണ്ടി സ്ലോ ചെയ്തപ്പോഴത്തേക്ക് വണ്ടി ഒരു വശം കൊണ്ട് പൊങ്ങാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എന്തോ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല, പക്ഷേ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് വണ്ടി ഞാൻ നിർത്തി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ അവിടെ എല്ലാം വിണ്ട് കീറി തുടങ്ങി. നമ്മൾ പിന്നെ നിർത്തിയിട്ട് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ഈ ദേശീയപാതയ്ക്ക് കുറുകെ നേരത്തെ ഒരു തോടുണ്ടായിരുന്നു. ആ തോട് പൂർണ്ണമായും മണ്ണിട്ട് അടച്ച ശേഷമാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ശാസ്ത്രീയമായ പരിശോധനകൾ നടത്താതെ, സോയിൽ ടെസ്റ്റ് നടത്താതെ നടത്തിയ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. ഈ അപകടത്തിൽ സ്ഥലത്തെ MLA കൂടിയായിട്ടുള്ള S. ജയലാൽ അടക്കമുള്ള ആൾക്കാർ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചു. തങ്ങൾ ഒന്നും അറിയിക്കുന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെയോ പൊതുമരാമത്ത് വകുപ്പിനെയോ ഒന്നും അറിയിക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനമാണ് MLAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ വിമർശനം വരുമ്പോൾ സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കാൻ സാധിക്കാത്തതിന്റെ ഒരു ബാക്കി പത്രം കൂടി ആകുകയാണ് MLAയുടെ ആ പ്രതികരണം. കേരളമെമ്പാടും നടത്തിയിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആശങ്കയിലാണെന്ന് പറയാനുള്ളത്. ആശങ്കയിലാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ സേഫ്റ്റി. ഇതെങ്ങനെയാണ് ബോധ്യപ്പെടുക? ഇതാരാണ് ഇതിന് ഉത്തരവാദി? ഇത് ഒരു വലിയ ഭയമാണ് തോന്നുന്നത്. ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ തന്നെ ഭയമാണ് തോന്നിയത്. ജില്ലാ കളക്ടറും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും സ്ഥലത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇത് പൂർണ്ണമായും പുതുക്കിപ്പണിയും എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം. ഒപ്പം തന്നെ ഈ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള കരാർ കമ്പനിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നു. Very sad this incident has occurred. Unfortunate. Getting it investigated in detail. Why this incident has taken place. Yes, obviously we will rebuild it. We will definitely take corrective measures. സാധാരണ ഒരു പഞ്ചായത്ത് റോഡ് നിർമ്മിക്കുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു സൂക്ഷ്മത പോലുമില്ലാതെയാണ് ദേശീയപാത 10,000-കണക്കിന് വാഹനങ്ങൾ ഓരോ ദിവസവും കടന്നു പോകേണ്ട ദേശീയപാത നിർമ്മിച്ചത്. മലപ്പുറത്തും കാസർഗോഡും ഒക്കെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ്. സമാനമായ രീതിയിലുള്ള അപകടങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്നിട്ടും യാതൊരു മുൻ ഒരുക്കവുമില്ലാതെ, പരിശോധനകളില്ലാതെ ദേശീയപാത നിർമ്മിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അതുമൂലമാണ് ഇത്തരത്തിലുള്ളൊരു അപകടമുണ്ടായതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.